ഹായ്. വാളയാറിലെ ആ കുട്ടികളുടെ ദാരുണമായ മരണം നമ്മുടെയൊക്കെ മനസ്സിനെ മുറിവേൽപ്പിച്ചിരിക്കുക. അപ്പോൾ മരണശേഷമെങ്കിലും ആ കുട്ടികൾക്ക് നീതി കിട്ടട്ടെ എന്ന് നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. സോഷ്യൽ മീഡിയയാണ് ആ പ്രശ്നം കാര്യമായിട്ട് ഉയർത്തി കൊണ്ടുവന്നിട്ട് അത് ഇപ്പോൾ ജനശ്രദ്ധയിൽ നിൽക്കുന്നൊരു സമയമാണ്. ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ഫർദർ നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്. നമ്മുടെ വീട്ടിലും നമ്മുടെ പരിചയക്കാരുടെ വീട്ടിലും നമ്മുടെയൊക്കെ അയൽവക്കങ്ങളിലൊക്കെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കാം. ഇതിൻ്റെ ഏറിയും കുറഞ്ഞും പല വർഷങ്ങളായിട്ട് ഞാനൊക്കെ എങ്ങനെ പീഡനങ്ങൾ ഫലപ്രദമായി തടയാൻ പറ്റും എന്ന രീതിയിൽ കുട്ടികളെ പ്രത്യേകിച്ചും ക്ലാസ് എടുത്ത് പരിശീലിപ്പിക്കാറുണ്ട്. രക്ഷിതാക്കൾക്ക് അവയർനെസ് കൊടുക്കാറുണ്ട്, ടീച്ചേഴ്സിനോടൊക്കെ പറയാറുണ്ട്. അതിൽ പ്രധാനമായും വേണ്ട സംഗതി എന്താ വെച്ചാൽ നമ്മളൊക്കെ പഠിക്കേണ്ടത്, രക്ഷിതാക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട സാധനം നോ പറയാൻ പഠിപ്പിക്കലാണ്. നോ, കർശനമായ നോ, പറ്റില്ല എന്നങ്ങോട്ട് പറയാൻ പഠിപ്പിക്കുക, കുട്ടികളെയും പഠിപ്പിക്കുക. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് എ പാരൻറ്റ്, ആസ് എ ടീച്ചർ, അല്ലെങ്കിൽ ഒരു സഹോദരൻ, നമ്മൾ ചെയ്യേണ്ട സഹോദരി ഒക്കെ ചെയ്യേണ്ടത്, നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ കുട്ടികളെടുത്ത് പറ്റില്ല എന്നുകൊണ്ട് പറയാം. പറ്റില്ല എന്ന് പറഞ്ഞാലാണ്, നമ്മൾ നോ പറയുമ്പോഴാണ് കുട്ടി നോ കേൾക്കുകയുള്ളൂ. കുട്ടി നോ കേട്ടാലാണ് വേറൊരാളടുത്ത് നോ പറയാൻ പരിചയം ഉണ്ടാവുള്ളൂ. കാരണം നോ പറഞ്ഞാൽ ലോകടിഞ്ഞ് വീഴുമൊന്നുമില്ല എന്നുള്ളതും ഒക്കെ കുട്ടി മനസ്സിലാക്കി വെക്കണം. അപ്പം നോ എന്നുള്ളത് ചിലപ്പോഴൊക്കെ ഉപയോഗിക്കേണ്ടതാണ് എന്ന് കുട്ടികളെ പരിശീലിപ്പിക്കണം. അതിന് വീട്ടിൽ ചില സന്ദർഭങ്ങളിലെങ്കിലും പറ്റില്ല എന്നൊക്കെ പറയാം. പല സന്ദർഭങ്ങളും അവർ ആവശ്യപ്പെടുന്ന ചില സാധനങ്ങളൊക്കെ പറ്റില്ല എന്ന് പറയുന്നതും ഈ പരിശീലനത്തിൻ്റെ ഭാഗമാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പീഡോഫൈൽ, ഇപ്പോൾ 18 വയസ്സിന് താഴെ വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള 18 വയസ്സിന് താഴെയുള്ള സമ്മതപ്രകാരം അല്ലാതൊക്കെയുള്ള ലൈംഗിക ബന്ധങ്ങളൊക്കെ തെറ്റാണ്. അത് ജയിലിൽ പോകേണ്ട കാര്യം. ഇവിടെ 12 വയസ്സിന് താഴെ, 10 വയസ്സിനും താഴേക്കുള്ള, 8 വയസ്സിനും താഴേക്കുള്ള കുട്ടികളെ പീഡിപ്പിക്കുന്നവരെ പീഡോഫൈൽ എന്ന് പറയും. പീഡോഫൈൽ. അപ്പോൾ ഇത്തരം പീഡനങ്ങളെ എങ്ങനെ തടയാമെന്ന് വെച്ചാൽ അതിനൊരു സ്റ്റെപ്പുണ്ട്. ഈ പീഡോഫൈൽ 12 വയസ്സിന് താഴേക്കുള്ള കുട്ടികളെ, വലിയ കുട്ടികളാണ്, വയസ്സ് ചെറുതാണെങ്കിലും കുട്ടികൾ വലുതാണ്, ആണും പെണ്ണും ഒക്കെ. അപ്പോൾ അതിനൊരു 5 സ്റ്റെപ്പുണ്ട്. 1, ബന്ധം സ്ഥാപിക്കുക. 2, പുറത്തേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ബന്ധത്തെ വളർത്തുക. 3, ടെസ്റ്റ് ഡോസ് അടിക്കുക. 4, ടെസ്റ്റ് ഡോസിന് ശേഷം റിയാക്ഷൻസോ റിപ്ലൈ, കുട്ടിയുടെ അടുത്തു നിന്നോ രക്ഷിതാക്കളുടെ അടുത്തു നിന്നോ ആരുടെ അടുത്തു നിന്നോ റിപ്ലൈ ഇല്ലെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പിൽ യഥാർത്ഥമായി പീഡിപ്പിക്കുക. 5ാമത്തത് ഭീഷണിപ്പെടുത്തി ആവർത്തിക്കുക. പലപ്പോഴും ഭീഷണിപ്പെടുത്തിയ ആവർത്തനത്തിൻ്റെ പല ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കേസുകളൊക്കെ പുറത്തേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്ന് അറിഞ്ഞിരിക്കണം. 1, ബന്ധം സ്ഥാപിക്കുക. പലപ്പോഴും 90% കുട്ടിക്ക് പരിചയമുള്ളവർ തന്നെ ആയിരിക്കും പീഡിപ്പിക്കുക. അതാ ഓൾറെഡി പരിചയമുള്ള ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽവാസികൾ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് പുതുതായിട്ട് വരുന്നൊരു ഈ ബന്ധം സ്ഥാപിക്കലാണ് ആദ്യം ചെയ്യുക, ബന്ധം ഉണ്ടാക്കുക. 2, പുറത്തേക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ആ വിശ്വാസത്തെ കുട്ടിയെ അയാളൊപ്പം അയക്കാം, വണ്ടിയിൽ ഒറ്റയ്ക്ക് അയക്കാം, അല്ലെങ്കിൽ പിന്നെ ട്യൂഷൻ ഒറ്റയ്ക്ക് പറഞ്ഞേക്കാം എന്നൊക്കെ ഒറ്റയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ബന്ധത്തെ വളർത്തും. അത് കഴിഞ്ഞിട്ട് 3ാമത്തെ ടെസ്റ്റ് ഡോസ് അടിക്കും. തമാശയ്ക്ക് കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ തൊടും. ടെസ്റ്റ് ഡോസ് തമാശയ്ക്ക് കളിക്കുന്ന പോലെയൊക്കെ തൊടും. പിന്നെ ഒരു റിയാക്ഷന് വേണ്ടി കാത്തിരിക്കും. 10-15 ദിവസമൊക്കെ, ഒരാഴ്ചയൊക്കെ കാത്തിരിക്കും. എന്തെങ്കിലും ഒരു റിയാക്ഷൻ, ഒരു ഫോൺ കോൾ ചെന്നാൽ മതി. ആ കുട്ടിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു മോശമായിട്ട് എന്താ കുട്ടിയുടെ അടുത്ത്, കുട്ടിക്കൊരു വിഷമമുള്ളതിൻ്റെ അടുത്ത് നിന്നൊക്കെ ഒരു ഫോൺ കോൾ ചെയ്താൽ പിന്നെ ആ പീഡനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും കുട്ടിയെ. അപ്പോൾ ഒരു റിയാക്ഷനും കുറേ ദിവസത്തേക്ക് ഇല്ലെങ്കിൽ 4ാമത്തെ സ്റ്റെപ്പിൽ യഥാർത്ഥത്തിൽ പീഡിപ്പിക്കും. ഒരു പ്രാവശ്യം പീഡനം കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തിയത് ആവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ 3ാമത്തെ സ്റ്റെപ്പിൽ ഈ പിന്നെ എന്താ പറയുക, ടെസ്റ്റ് ഡോസ് അടിച്ചതിന് ശേഷം പൊതുവെ കുട്ടികൾ നമ്മളടുത്ത് പറയും, അല്ലെങ്കിൽ ക്ലൂ തരും. പറയുന്നതും പറയാതെയും പറയും. ചില കുട്ടികളെ ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ പറയാതെ പറയും. അപ്പോൾ എന്തും തുറന്ന് പറയാനുള്ളൊരു സാഹചര്യം വീട്ടിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് കുട്ടിക്ക്. അതിന് നമ്മൾ വളരെ ചെറുപ്പത്തിലേ തുടങ്ങണം. 1ാം ക്ലാസ്സിൽ, 2ാം ക്ലാസ്സിൽ, 3ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ അവരുടെ കഥകൾ, കൂട്ടുകാരികളോടൊപ്പമുള്ള കഥകളൊക്കെ പറയുമ്പോൾ പരിഹസിക്കാതെ കേട്ടിരിക്കണം. എൻ്റെ മോൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൂട്ടുകാരികളുടെ പേരൊക്കെ വെച്ചിട്ട് അവനിങ്ങനെ കുറേ കഥകളൊക്കെ ഇങ്ങനെ പറയും. നമുക്കതൊക്കെ ഒരു കൗതുകമായിട്ട് ആരെങ്കിലുമൊക്കെ ഇരുന്നിട്ട് എന്നൊക്കെ ഭയങ്കര ബഹളം ഉണ്ടാക്കി പരിഹാസമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, സാധാരണ ഞങ്ങളങ്ങനെ വീട്ടിൽ ചെയ്യാറില്ല,
പരിഹസിച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പിന്നീട് അതേക്കുറിച്ചുള്ള കഥകൾ പറഞ്ഞാൽ കാരണം കളിയാക്കുമല്ലോ, അപ്പോൾ അത് മറച്ചു വയ്ക്കും. അതുതന്നെ പിന്നീട് വളരുമ്പോൾ അത്തരം കഥകളെല്ലാം നമ്മളിൽ നിന്ന് മറച്ചു വയ്ക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ കുട്ടിയെ പരിഹസിക്കാതിരിക്കുക, നന്നായി കേൾക്കുക, ഈ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. കുട്ടികളുടെ അടുത്തും പറയണം, കുട്ടികൾക്ക് ഈ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുക. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും നമ്മൾ ചില റേപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മൾ കായികമായിട്ട് തന്നെ നേരിടേണ്ട ചില കാര്യങ്ങളുണ്ട്. പക്ഷേ പൊതുവേ നമ്മുടെ കേരളത്തിൽ എന്ന് വെച്ചാൽ ഓൾറെഡി ബന്ധമുള്ള പരിചയമുള്ള ആളുകളിൽ നിന്നുള്ള പീഡനങ്ങളാണ് നടക്കുന്നത്. അത് തടയാൻ നമ്മുടെ ഇടപെടലുകൾ സഹായിക്കും. അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നോ പറയാൻ പഠിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പ്രധാനമുള്ള കാര്യം. പിന്നെ നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിലേ നമ്മൾ പഠിച്ചു വെക്കണം. പ്രൈവറ്റ് പാർട്സ്, ഗുഡ് ടച്ച്, ബാഡ് ടച്ച് ഒക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അമ്മ കുളിപ്പിക്കുമ്പോൾ അമ്മ തൊടാത്ത ഭാഗങ്ങൾ, ചില ഭാഗങ്ങൾ നമ്മൾ തൊടേണ്ട, ആ പ്രൈവറ്റ് പാർട്സ് നമ്മൾ തൊടാതിരുന്നിട്ട് അവർ കുട്ടിയോട് പറയാം, മോളെ ഞാൻ ഈ ഭാഗങ്ങളും തൊടില്ല, കാരണം അത് നിനക്ക് മാത്രം തൊടാനുള്ളതാണ്. അപ്പോൾ വേറെ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അമ്മയോട് പറയണം, അച്ഛനോട് പറയണം എന്നൊക്കെ പറയണം. നന്നായി കേൾക്കുക കുട്ടികളെ. ഓക്കെ, നമ്മുടെ കുട്ടികളെ ഇത്തരം പീഡനങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി സംരക്ഷിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്തം നമ്മളെല്ലാവർക്കും. ആ ഉത്തരവാദിത്തം നമ്മൾ പരിപൂർണമായിട്ട് നിർവഹിക്കേണ്ടതാണ്. താങ്ക് യു സോ മച്ച്.